ഹായ് ഫ്രണ്ട്സ്, ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് രീതിയിൽ ബോക്സിങ് വെക്കാം, അതേപോലെ എത്ര ലൈറ്റ് പോയിൻറ്റുകൾ നമുക്ക് ചെയ്യാം, അതേപോലെ എങ്ങനെ പൈപ്പിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പൈപ്പ് എല്ലാം ചെയ്ത് നമ്മൾ സിമെൻറ്റ് കൊണ്ട് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിലായിട്ട് ഈ കാണുന്നിടത്ത് ഒരു ലൈറ്റ് പോയിൻ്റ് ആണ് വരുന്നത്. അതേപോലെ ഈ ഭിത്തിയിലും നമ്മൾ ഒരു ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. സീലിങ്ങിൻ്റെ അകത്ത് ഒരു ഫാനും ഫാനിൻ്റെ ഹൂക്കും വരുന്നുണ്ട്. ഇത് ഇവിടെയും നമുക്കൊരു വാളിൻ്റെ ഒരു ഡിം ലൈറ്റ് അല്ല, ഒരു ഫാൻസി ലാമ്പ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്കിവിടെ ബെഡ് വരുന്നത്. അപ്പോൾ രണ്ട് ബോക്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഒരു 8 മൊഡ്യൂളും അതേപോലെ ഒരു 6 മൊഡ്യൂളും നമ്മൾ വെച്ചിട്ടുണ്ട്. 8 മൊഡ്യൂൾ 2-വേ കൺട്രോൾ ചെയ്യാനും ഈ 6 മൊഡ്യൂൾ, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന 6 മൊഡ്യൂൾ നമുക്ക് പ്ലഗുകൾ കുത്താനുമാണ്. അതായത് 2 സോക്കറ്റും 2 സ്വിച്ചുകളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന 2 പൈപ്പ് വരുന്നത് ഒന്ന് 2-വേയും അതേപോലെ ഒന്ന് AC-യുടെ മെയിനുമാണ് വരുന്നത്. DB എന്നും അതേപോലെ 2-വേ കൺട്രോളിങ്ങിൻ്റെയാണ് വരുന്നത്. ഈ ഇവിടെ ആയിട്ട് നമ്മൾ ഒരു 2 മൊഡ്യൂളിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. കാരണം AC-യുടെ സോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ വെച്ചേക്കുന്നത്. ഈ 8 മൊഡ്യൂളിൻ്റെ അകത്താണ് 32 ആംസിൻ്റെ DP സ്വിച്ച് വരുന്നത്. ഈ ബെഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ കാണുന്നത് നമുക്ക് അവിടെ ഒരു ബെഡിൻ്റെ ഒരു ഡിം ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേളിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺട്രോളിങ്ങും ഈ 8 മൊഡ്യൂളിൻ്റെ അകത്താണ് വരുന്നത്. ഈ 6 മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് 2 സോക്കറ്റും 2 സ്വിച്ചുകളും മാത്രമാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന വലിയ ബെഡാണ് ഇത്. നമ്മൾ റൂമിലോട്ട് കയറി വരുമ്പോഴുള്ള ബെഡ്റൂമിലോട്ട് കയറി വരുമ്പോഴുള്ള സ്വിച്ച് ബോർഡാണ്. അതിൽ നമ്മൾ നേരെ വെട്ടി 2-വേക്ക് ഒരെണ്ണം സീലിംഗ് കൂടെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ആ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടേക്കുന്നത് ഈ കാണുന്നത് നമ്മളിവിടെ ജിപ്സം ചെയ്യാൻ നേരത്ത് അതിൻ്റെ ലൈറ്റ് കൺട്രോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മേപ്പോട്ട് ഒരു പൈപ്പ് നമ്മൾ ബെൻഡ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്. കാരണം ഇവിടെ ജിപ്സം ചെയ്യാൻ നേരത്ത് നമുക്ക് ആ സമയത്ത് അതിൽ കൂടി തന്നെ നമുക്ക് വയറെടുത്ത് സ്വിച്ച് ബോർഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചേക്കുന്നത്. ഇവിടെ 8 മൊഡ്യൂളാണ് വെച്ചേക്കുന്നത്. കാരണം ഇതിൻ്റെ സൈഡിൽ കൂടെ താഴെ കൂടെ വെട്ടിയിട്ടേക്കുന്നത് നമ്മൾ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ ഫേസും ന്യൂട്രും എർത്തും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഇങ്ങനെ താഴെ കൂടെ തന്നെ വെട്ടി ഇട്ടേക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ലൈറ്റും വരുന്നുണ്ട്. ഈ അണ്ടർഗ്രൗണ്ട് ചെയ്തേക്കുന്നത് ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് അതിലോട്ട് മെയിൻ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒറ്റ ബെഡ്റൂമിന് ഒറ്റ MCBയിലാണ് നമുക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അങ്ങനെ കണക്ഷൻ ചെയ്തത്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്ത് ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡും അതേപോലെ ബെഡ്റൂമിലോട്ടുള്ളതും നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു വലിയ ബെഡ് വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 സൈഡിലായിട്ട് 2 ബെഡ് സ്വിച്ചുകൾ നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം പ്ലഗ് പോയിൻറ്റുകൾ സെപ്പറേറ്റും അതേപോലെ നമുക്ക് 2-വേ കൺട്രോളിങ് സെപ്പറേറ്റുമായിട്ട് മാറ്റാനാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻവേർട്ടറിൻ്റെ ലൈൻ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് കൊണ്ടുവന്ന് നിർത്താൻ സാധിക്കും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ KSEBക്കും ഇൻവേർട്ടറിനും വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ 2 ബോക്സാക്കി വലിയ ബെഡിൻ്റെ രീതിയിൽ നമ്മൾ വെച്ചേക്കുന്നത്. കാരണം അപ്പം വലിയ ബെഡും വരും, അതിനനുസരിച്ച് നമുക്ക് 2 സൈഡും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം ഈ ബെഡ്റൂമിൻ്റെ അകത്ത് AC വരുന്നുണ്ട്. അതേപോലെ നമ്മൾ എടുത്തേക്കുന്നത് L&Tയുടെ 8 മൊഡ്യൂളിൻ്റെ മെറ്റൽ ബോക്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഹൊറിസോണ്ടലായിട്ടുള്ള 8 മൊഡ്യൂളിൻ്റെ L&Tയുടെ ബോക്സാണ് നമ്മൾ ഇവിടെ എല്ലാം ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ L&Tയുടെ ബോക്സുകളാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളെ വരുന്നുള്ളൂ. കാരണം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്ത് നമുക്കുള്ള ലൈനുകളെല്ലാം നമ്മൾ ഇതേപോലെ രീതിയിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാം ഇതെല്ലാം.